ഓഗസ്റ്റ് 31 ഞായറാഴ്ച. ലൂക്ക 14 1 മുതൽ 14 വരെയും വാക്യങ്ങൾ. ഡൊണാൾഡ് ഫ്രാൻസിസ് ഷുല ഒരു അമേരിക്കൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. മിയാമിയിലെ നാഷണൽ ഫുട്ബോൾ ലീഗിൽ മുഖ്യ പരിശീലകനായി സേവനമനുഷ്ഠിച്ചു. ഒരിക്കൽ അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തെ ഒരു ചെറിയ പട്ടണത്തിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു. ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ പട്ടണത്തിലെ ഏക തിയേറ്ററിൽ ഒരു മാറ്റിനി സിനിമ കാണാൻ അവർ തീരുമാനിച്ചു. ഷൂലയും ഭാര്യയും 5 കുട്ടികളും എത്തിയപ്പോൾ തിയേറ്ററിൽ ലൈറ്റുകൾ അണഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ അവിടെ ആകെ 6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷൂലയെയും കുടുംബത്തെയും കണ്ട ഉടനെ ആ 6 പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഷൂല കൈവീശി പുഞ്ചിരിച്ചു. അദ്ദേഹം ഇരുന്നപ്പോൾ തൻ്റെ ഭാര്യയുടെ നേരെ നോക്കി പറഞ്ഞു, നമ്മൾ വീട്ടിൽ നിന്ന് 100 കണക്കിന് മൈലുകൾ അകലെയാണ്. എന്നിട്ടും അവർ എന്നെ തിരിച്ചറിഞ്ഞു. എനിക്ക് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി. രാജ്യത്തിൻ്റെ ഈ ഭാഗത്തും അവർ എന്നെ തിരിച്ചറിഞ്ഞു എന്നും കരുതിക്കേ. അപ്പോൾ ഒരാൾ ഷൂലയുടെ കൈ പിടിക്കാൻ വന്നു. ഷൂല ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ എങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചു? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, മിസ്റ്റർ, താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല. താങ്കളും കുടുംബവും അകത്തേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തിയേറ്റർ മാനേജർ ഞങ്ങളോട് പറഞ്ഞത് 4 പേര് കൂടി വന്നില്ലെങ്കിൽ ഇന്ന് സിനിമ പ്രദർശിപ്പിക്കില്ല എന്നാണ്. ഈ കഥ ഇന്നത്തെ സുവിശേഷത്തിലെ യേശുവിൻ്റെ സന്ദേശത്തെ വ്യക്തമാക്കുന്നു. അതായത് നമ്മുടെ ക്രിസ്തീയ പ്രതിബദ്ധത നമ്മെ എളിമയുള്ളവരാക്കാൻ വിളിക്കുകയാണ്. വിനയമുള്ളവരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മെ തന്നെ താഴ്ത്തിക്കെട്ടുക എന്നാണോ? അതോ നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിക്കുക എന്നതാണോ? നമ്മുടെ യഥാർത്ഥ മൂല്യം നിഷേധിക്കുക എന്നതാണോ? ഒരിക്കലുമല്ല. വിനയം അതിനേക്കാൾ വളരെ ആഴമേറിയതും മനോഹരവുമായ ഒന്നാണ്. വിനയം എന്നത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതേ അല്ല, മറിച്ച് അത് ഈശോയെ പോലെ ആയിരിക്കും എന്നതാണ്. മനുഷ്യപുത്രൻ സേവിക്കപ്പെടാനല്ല, സേവിക്കാനാണ് എന്നാണ് ഈശോ പറഞ്ഞത്. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, അതാണ് താഴ്മ എന്നതിൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. യേശു തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചതുപോലെ നമ്മുടെ സ്വന്തം മഹത്വത്തിനായിട്ടല്ല നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവർക്കും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി അവ ഉപയോഗിക്കുക എന്നതാണ്. നമ്മുടെ പ്രവൃത്തികളിൽ താഴ്മയും ഔദാര്യം പ്രകടിപ്പിക്കാൻ യേശു ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. അംഗീകാരമോ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കാൻ അവൻ നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾക്ക് പിന്നിലെ നമ്മുടെ ഉദ്ദേശ്യങ്ങളും പ്രചോദനങ്ങളും പരിശോധിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്നേഹവും അനുകമ്പയും മാത്രം നിമിത്തമാണോ നാം മറ്റുള്ളവരെ സഹായിക്കുന്നത്? അതോ ലോകത്തിൽ നിന്ന് പ്രശംസയും അംഗീകാരവും തേടുകയാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായ ദയാപ്രവൃത്തികൾ പരിശീലിക്കാനും ഈ സുവിശേഷം ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ എങ്ങനെ ജീവിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാനും യേശു മാതൃകയാക്കിയ എളിമയുടെയും ഔദാര്യത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ പരിശ്രമിക്കാനും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.